ദൃശ്യം ത്രീയെ കുറിച്ചിട്ട് ഇനി എന്തായാലും 2-3 വീഡിയോയിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം സിനിമയുടെ റിവ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പബ്ലിക് റെസ്പോൺസ് റിയാക്ഷൻ ആണത്. സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, പലർക്കും പല അഭിപ്രായങ്ങളാണ് അല്ലേ. 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും 100 അഭിപ്രായങ്ങളായിരിക്കും. ചിലർക്ക് നല്ലതായിട്ട് തോന്നും, ചിലർക്ക് മോശമായിട്ട് തോന്നും. ദൃശ്യം എന്ന് പറയുന്ന ആ ഒരു സീരീസിലെ സിനിമ ഇപ്പം 3ാമത്തെ ഭാഗം ഇറങ്ങുമ്പോൾ സാധാരണ ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദൃശ്യം 1 എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ട എല്ലാവരും ഞെട്ടിയതാണ്. കാരണം അതിൻ്റെ ആ ഒരു ട്വിസ്റ്റും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു റേഞ്ചും വേറെ തന്നെയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി സിനിമ അത് നമ്മൾ അംഗീകരിക്കുന്ന സിനിമ തന്നെയാണ്. കാരണം അത്രയും ഗംഭീരമായ രീതിയിലാണ് ജിത്തു ജോസഫിൻ്റെ തല വർക്ക് ചെയ്തതും പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയതും. അതിനുശേഷം ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ദൃശ്യം 2 റിലീസിനായിട്ട് എത്തുന്നത്. അത് OTT-യിലാണ് നമ്മൾ കണ്ടത്. പക്ഷേ OTT-യിൽ നമ്മൾ കണ്ടെങ്കിലും ദൃശ്യത്തിൻ്റെ ആ 1-ന്റെ ആ ഒരു എന്താ പറയുക ഹൈപ്പ് ഒട്ടും തന്നെ ചോരാത്ത രീതിയിൽ ദൃശ്യം 2-ഉം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 3 വരുമ്പോൾ സാധാരണ ഓഡിയൻസ് എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? 1-നും 2-നും മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ സംഭവം ദൃശ്യം 3-ൽ നമുക്ക് കിട്ടിയോ? നമുക്ക് കിട്ടിയില്ല എന്നേ പറയാൻ പറ്റും. കാരണം ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ 2 സിനിമയിലും കണ്ട ജോർജ് കുട്ടീനെ അല്ല നമ്മളിതിനകത്ത് കാണുന്നത്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ജോർജ് കുട്ടിയാണ്. പഴയ ഒരു സംഭവം കുത്തിപ്പൊക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ്റെ മകള് രംഗത്തിറങ്ങുന്നു, മീഡിയ ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ രംഗത്തിറങ്ങുന്നു. അതിനെ ചെറുക്കാൻ വേണ്ടി ജോർജ് കുട്ടി പെടുന്ന പാടുകൾ ഈ 1-ലും 2-ലും നമ്മൾ കണ്ടത് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപരമായ രീതിയിൽ നീങ്ങുന്ന ഒരു 4ാം ക്ലാസ്സുകാരനാണ് നമ്മൾ അതിനകത്ത് കണ്ടതല്ലേ. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എൻഡിങ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ 4ാം ഭാഗത്തിൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു വരാനായിട്ടുള്ള സംഭവങ്ങളായിരിക്കും അവർ പക്ഷേ ചിലപ്പോൾ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ദൃശ്യം 3-യുടെ ഒരു കഥ. എന്തായാലും നമുക്ക് ഈ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് ഒന്ന് കേട്ടു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ദൃശ്യം 1-നും 2-നും 3 കടത്തി കിട്ടി കിട്ടില്ലെന്ന് വെച്ചാൽ അമ്മാതിരി കിടില പടം. ലാലേട്ടൻ ക്ലാസിക് അഴിനാട്ടല്ല അതുക്കും മേലെ വേറെ ലെവൽ റൊമാൻറ്റിഫിക്കേഷൻ ഫിലിം കിടിലം. ദൃശ്യം 3 വേറെ ലെവൽ 150 ലാലേട്ടൻ ഭക്തന്റെ റെസ്പോൺസ്. ഇനി ഒരു നോർമൽ ഓഡിയൻസിന്റെ റെസ്പോൺസ് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. വളരെ എനിക്ക് പേഴ്സണലി ഈ ഫ്രാഞ്ചൈസിയിലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മള് സെക്കൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്തല്ല വരുന്നെങ്കിൽ പോലും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സിനിമാനുഭവം മാത്രമാണ് ദൃശ്യം 3 എനിക്ക് പേഴ്സണലി തന്നിട്ടുള്ളൂ. ഒരുപാട് ഹൈപ്പ് ഒരുപാട് പ്രതീക്ഷ വന്നു എന്നുള്ള ഒരു തെറ്റുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമയിൽ നല്ല രീതിയിൽ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ക്യാരക്ടറൊക്കെ കൊണ്ടുവന്ന് ക്ലൈമാക്സ് എന്തെങ്കിലും കാര്യമായിട്ട് നടക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിൽഡപ്പിനോട് നീതി പുലർത്താതെ ജസ്റ്റ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് സിനിമയുടെ ക്ലൈമാക്സിൽ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടിയത്. കാരണം ഈ സിനിമയില് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ജോർജ് കുട്ടി ഇങ്ങനെയല്ല. നമ്മൾ ജോർജ് കുട്ടീനെ എന്തൊക്കെ കാണോ നമ്മള് അറിയാം ഇന്ന കാര്യങ്ങൾ ജോർജ് കുട്ടി ചെയ്യുള്ളൂ തന്റെ കുടുംബത്തിന് വേണ്ടി. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്യാരക്ടർ വിട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആ ഒരു ഭാഗം എനിക്ക് അത്ര വർക്കായിട്ട് തോന്നില്ല. ഓവറോൾ ഒരു ആവറേജ് വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങൾ വിട്ടിട്ട് പുറത്തോട്ട് ഒരു വളർച്ചയുണ്ട് പല കഥാപാത്രങ്ങൾക്കും. ഇപ്പോ മോഹൻലാലിന്റെ ജോർജ് കുട്ടി ആയാലും പിന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ആയാലും ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് ആ ഒരു ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോ ക്യാരക്ടർ വിട്ടിട്ട് ആണ് കുറെ പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊട്ടും ഒട്ടും ഡൈജസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല. കാരണം ആ ഒരു യൂണിവേഴ്സിൽ സിങ്ക് ആവാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ജോർജ് കുട്ടി ഇങ്ങനത്തെ ഒരാളല്ല. കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും. പക്ഷെ ഈ ഒരു ലെവലിലേക്ക് ജോർജ് കുട്ടി ചെയ്യില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് സിനിമയിൽ അത്ര ഫിറ്റിനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ ഭക്തരായിട്ടുള്ള അശ്വന്ത് ഗോക്കും ജസാമും പറഞ്ഞ എന്താണ്? ദൃശ്യം 3 ഇത്രേ ഉള്ളൂ, ദൃശ്യം 2 ഇത്രേ ഉള്ളൂ, ദൃശ്യം 1 ഇത്രയേ ഉണ്ട്. അപ്പോൾ ആ അത്രയും ഉള്ളൊരു സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ ഓഡിയൻസിന് നൽകിയില്ല. അത് ഇത്രയും ആക്കി കളഞ്ഞു എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കിടന്നുകൊണ്ട് കുരയ്ക്കുന്നവർ ഇതൊരു വലിയ സംഭവമാണ്, ഇത് ആനയാണ് തേങ്ങയാണെന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ്. ഒരു നോർമൽ സിനിമ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ചെറിയൊരു സിനിമ. അതിൽ ഉപരി ഈ സിനിമ ഇവർ തള്ളുന്നത് പോലെ ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ഈ സിനിമ കാണാൻ പോയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ട് മെഴുകുന്നുണ്ട്. നിനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടല്ലോ, മറ്റേതാണല്ലോ ആനയാണ്. ഒരു സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ്റെ, അതായത് ലാലേട്ടൻ്റെ ആരാധകർ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകി മറിഞ്ഞത്. ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഒരു സംവിധായകൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു സാധനം ഒരു നടൻ അത്
അവതരിപ്പിക്കുമ്പോൾ 45 വർഷം സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനാണ് ലാലേട്ടൻ. ലാലേട്ടൻ ആ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അപ്പം ഇവർ ചിന്തിക്കുന്നത് ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ മാത്രമേ ചെയ്യാവൂ, അങ്ങനത്തെ സിനിമകൾ ചെയ്താലേ ഇവർ സ്വീകരിക്കൂ. ഒരു ഫാൻസ് അല്ല ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്, ഇവിടുത്തെ നോർമൽ ഓഡിയൻസ് ആണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പരാജയപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഈ ഒരു നോർമൽ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസും ഒരു ഭക്തനായിട്ടുള്ള ആളുടെ റെസ്പോൺസും തമ്മിലുള്ള ഒരു വ്യത്യാസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വെച്ചത്. ഇതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്ക് അറിയിക്കാം. തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. ബൈ.